ജമാഅത്തെ വിവാദത്തിൽ പോര് തുടരുകയാണ് മുന്നണികൾ. സമസ്ത ശതാബ്ദി സമാപന വേദിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുഖ്യമന്ത്രി പരോക്ഷ വിമർശനം ഉന്നയിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാതെ മടങ്ങി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനം സമസ്തയും തുടരുമ്പോൾ വി.ഡി. സതീശന്റെ മറുപടി എന്തെന്നാണ് ഇനി ആകാംക്ഷ. അതേസമയം എം.വി. ഗോവിന്ദൻ നയിക്കുന്ന എൽ.ഡി.എഫ് ജാഥ കോഴിക്കോട് ജില്ലയിലും പ്രതിപക്ഷ നേതാവിന്റെ യാത്ര കണ്ണൂർ ജില്ലയിലും പര്യടനം തുടരും. വി.എസ്. രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് വി.എസ്. രഞ്ജിത്ത്. ഇന്നലെ സമസ്തയുടെ വേദിയിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുമോ എന്നുള്ളതായിരുന്നു ആകാംക്ഷ. അതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഉണ്ടാകുമോ എന്നൊക്കെയായിരുന്നു ആകാംക്ഷ. പക്ഷേ വർഗീയതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടാം എന്ന മുഖ്യമന്ത്രി വാക്കുകൾ അങ്ങനെ അവസാനിപ്പിച്ചു. അതൊരു പരോക്ഷ വിമർശനമാണെങ്കിൽ കൂടി കൂടുതലൊന്നും അദ്ദേഹം പറയുകയുണ്ടായില്ല. പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാതെ സംസാരിക്കാതെ മടങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ എന്തായിരിക്കും എന്നുള്ളത് തന്നെയായിരുന്നു ഇപ്പോൾ സമസ്തയുടെ വിഷയത്തിലൊക്കെ കൂടുതൽ സമസ്ത ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയമായും പ്രസംഗമായും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അതിനുശേഷം പ്രതിപക്ഷ നേതാവ് എങ്ങനെ പറയും എന്നുള്ള കാര്യം കൂടി ഇപ്പോഴും ആകാംക്ഷയായി നിൽക്കുന്നു, അല്ലേ? ഹലോ, ചോദ്യം ആവർത്തിക്കാമോ? ഹലോ രഞ്ജിത്ത്, കേൾക്കാമോ? എന്തായിരിക്കും ഇനി പ്രതിപക്ഷ നേതാവിന്റെ ഈ സമസ്ത വിഷയത്തിൽ പ്രമേയവും പ്രസംഗവും ഒക്കെ വന്നതിന് ശേഷം എന്തായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ എന്നാണ് ആകാംക്ഷ? തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അതായത് രാഷ്ട്രീയമായി വലിയ കൗതുകം ഉണ്ടാക്കുന്നതാണ്. കാരണം പ്രതിപക്ഷ നേതാവ് സമസ്തയുടെ വേദിയിലെത്തുകയും സമസ്തയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിക്കുകയും എന്നാൽ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ അഭിപ്രായമായിട്ടുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള പോരാട്ടം, ജമാഅത്തെ ഇസ്ലാമിയെ രാഷ്ട്രീയമായി അവർ വകവെക്കുന്നില്ല എന്നുള്ളതും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് പറയുന്നതിനോടും പ്രതിപക്ഷ നേതാവ് ആ വേദിയിൽ വെച്ച് പ്രസംഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പ്രമേയത്തെ തള്ളിക്കളയുന്ന രീതിയിലാണ് തുടക്കത്തിൽ പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് തന്റെ പ്രസ്താവനയിൽ നിന്ന് കടുകിട മാറാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അത് സമസ്ത ഇ.കെ. വിഭാഗത്തെ മാത്രമല്ല, സമസ്ത എ.പി. വിഭാഗത്തെയും മുസ്ലിം സമുദായ സംഘടനകളിൽ മുജാഹിദ് വിഭാഗം ഉൾപ്പെടെയുള്ള സംഘടനകളെയും ഒക്കെ അത് പ്രതികൂലമായി ബാധിച്ച അവരെല്ലാം അതിനെ എതിരെ നിൽക്കുമ്പോഴും ഈ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ, ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയുന്ന നിലപാടിൽ മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ ചെറിയ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുകയോ ജമാഅത്തെ ഇസ്ലാമിയുടെ അടവ് നയത്തിനൊപ്പം നിൽക്കുകയോ ചെയ്യുന്നത് പോലെയല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നുള്ള ഒരു മതേതര സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കുന്നത്. അത്തരത്തിലൊരു മതേതര സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറായതിൽ വലിയ ഭിന്നിപ്പും വിയോജിപ്പും അത് മുസ്ലിം ലീഗിനിടയിലുണ്ട്, ഇ.കെ. വിഭാഗം സമസ്തയിലുണ്ട്, മുസ്ലിം സമുദായ സംഘടനകൾക്കിടയിൽ പൊതുവെയുണ്ട്. അപ്പൊ അതിനോട് വരും ദിവസങ്ങളിൽ ഇപ്പൊ പ്രത്യേകിച്ച് കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ യാത്ര തുടരുമ്പോൾ ഈ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് കോഴിക്കോട് എത്തുമ്പോൾ, കണ്ണൂർ എത്തുമ്പോൾ, അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ ആ യാത്ര തുടരുന്ന ഘട്ടത്തിൽ മലബാറിൽ എവിടെയും ഈ ഒരു വിഷയം ചർച്ചയാവും, ഈ ഒരു ചോദ്യം ഉയരും. അതിനോട് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാൻ പോകുന്നത്, മുസ്ലിം ലീഗ് ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും വി.എസ്. രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.